ഇതാ വേദപുസ്തകം പറയുകയാണ്, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. നിങ്ങൾ മനം തകർന്ന് ആയിരിക്കുന്നുവോ? ആരും തന്നെ നിങ്ങളെ ഒന്ന് ആശ്വാസ വാക്കുകൾ പറയാൻ ഇല്ലാതെ ആയിരിക്കുകയാണോ? നിരാശപ്പെടണ്ട. നിങ്ങളെ വിടുവിക്കുവാൻ, നിങ്ങളുടെ കണ്ണുനീരിനെ ഒപ്പാൻ ഒരുവൻ ഇന്ന് വന്നിട്ടുണ്ട്. അവനത്രേ യേശു കർത്താവ്. ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് അനവധി മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെല്ലാ മാന്യ പ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ലോകത്തിൻ്റെ 5 വൻകരയിലിരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെടാനായിട്ട് പോകുകയാണ്. വളരെ മനം തകർന്ന് ആയിരിക്കുന്നവരോടാണ് ദൈവത്തിൻ്റെ ആത്മാവിന് ഇന്ന് സംസാരിക്കാനായിട്ടുള്ളത്. വളരെ പ്രതീക്ഷയോടുകൂടി ആയിരിക്കുക. ഫേസ്ബുക്ക് പേജിനകത്തൂടെയും യൂട്യൂബ് ചാനലിലൂടെയും മറ്റു മീഡിയയിലൂടെയൊക്കെ ഞങ്ങളെ കാണുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡ് അനേകർക്ക് ആശ്വാസകരമായി തീർന്നു എന്ന് കേട്ടതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിശ്ചയമായിട്ടും ഇന്നത്തെ ശുശ്രൂഷയിലൂടെ നിങ്ങൾ ഏറ്റവും മാന്യരായി തീരാൻ പോകുകയാണ്, അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടുകൂടെ തുടർന്നുള്ള സമയങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളുടെ വിഷയത്തിന് ഒരു പരിഹാരമുണ്ടാകാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് സ്വർഗസ്ഥനായ ദൈവം ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉയർന്നു വരാൻ കഴിയും. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറാനായിട്ട് പോകുകയാണ്. തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോവുകയാണ്. വളരെ പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടുകൂടെ ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരും ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സഹോദരങ്ങളെ, നിങ്ങളുടെ നടുവിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമായി ഓടിയെത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ തന്നെ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഞങ്ങളിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന സന്ദേശത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്, നിങ്ങൾ യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. നിങ്ങൾ ഓരോരുത്തരും, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണ്. ശ്രദ്ധിച്ചാട്ടെ, നിങ്ങൾ മാനസാന്തരപ്പെട്ട വ്യക്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ മകനാണ്, മകൾ ആണ്, അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ മാനസാന്തരപ്പെട്ട വ്യക്തി ജീവിതമാണെങ്കിൽ നിങ്ങൾ അവൻ്റെ ഒരു ശിഷ്യരാണ്. അവൻ നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ, ദേശത്ത് യേശുവിൻ്റെ ശിഷ്യനായി, അവൻ്റെ സ്ഥാനാപതിയായി, അവന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ വീണ്ടും പറയുന്നു, 2024 അവസാനത്തെ മാസത്തിലേക്ക് കടന്നു വന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് അറിയിക്കട്ടെ, അവൻ നിങ്ങളെ ഓരോരുത്തരെയും അവൻ്റെ സ്ഥാനാപതിയായി, അവന് വേണ്ടി പ്രവർത്തിക്കാൻ, അവനായിട്ട് മുൻപോട്ട് ജീവിക്കാൻ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. ശ്രദ്ധിച്ചാട്ടെ, ശിഷ്യന്മാരിൽ 12 പേര് ഉള്ളതിൽ 11 പേരും അവരുടെ കാലത്ത് യേശുവിൻ്റെ നാമത്തിൽ സകലവിധ അത്ഭുതങ്ങളും ചെയ്തു. വീണ്ടും പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് ശിഷ്യന്മാർ അത്ഭുതങ്ങളെ ചെയ്തു. ആയതിനാൽ ഇക്കാലത്ത് നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ നാട്ടിൽ, നിങ്ങൾ ആയിരിക്കുന്നിടത്ത് നിങ്ങൾക്ക് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, അയ്യോ അത് എന്നെ കൊണ്ട് സാധ്യമല്ല എന്ന് നിങ്ങൾ പറയുമായിരിക്കാം. നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയരുത്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നറിയുക. യേശു കർത്താവ് പറയുകയാണ്, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട കാര്യം നിങ്ങളുടെ ഭവനത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇത് സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ അത്ഭുതങ്ങളെ കാണാനായിട്ട് പോകുകയാണ്. അവൻ വീണ്ടും പറയുകയാണ്, യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. ബലാത്കാരികൾ അതിനെ സ്വർഗരാജ്യത്തിലെ അനുഗ്രഹത്തെ പിടിച്ച് അടക്കുകയാണ്. ബലാത്കാരമായിട്ട് വിശ്വാസത്തോടെ അത്ഭുതങ്ങളെ നിങ്ങൾ സ്വായത്തമാക്കുക. ബലാത്കാരേണ സ്വർഗരാജ്യത്തിലെ അനുഗ്രഹത്തെ നിങ്ങൾ പിടിച്ചെടുക്കണം, അവകാശികളാക്കി മാറ്റണം. ഇനി ഞാൻ പറയാൻ പോകുന്ന
അനുഭവങ്ങൾ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിച്ചാട്ടെ. പലർക്കും ഈ പറയാൻ പോകുന്ന അനുഭവങ്ങൾ ഒരുപക്ഷെ മീഡിയയിലൂടെ ഒക്കെ വായിച്ച് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിവുള്ള കാര്യമായിരിക്കാം. പാമർ എന്ന ഒരു വ്യക്തി ജീവിതത്തെ പറ്റി നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകാം. അങ്ങനെ കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി കൂടെ ഈ അവസരത്തിൽ പറയുകയാണ്. അദ്ദേഹം മുൻകാലങ്ങളിൽ ഗോൾഫിന്റെ ലോക ചാമ്പ്യനായിരുന്നു ഈ പാമർ എന്ന് പറഞ്ഞ വ്യക്തി ജീവിതം. അങ്ങനെ ഇരിക്കവേ ഒരിക്കൽ അദ്ദേഹത്തെ സൗദി അറേബ്യയിലെ രാജാവ് ഈ പാമറിനെ സൗദിയിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. അങ്ങനെ പാമർ ക്ഷണം സ്വീകരിക്കുകയാണ്. സൗദി രാജാവിൻ്റെ പ്രത്യേക വിമാനം അമേരിക്കയിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ സൗദി രാജാവിൻ്റെ പ്രത്യേക ക്ഷണപ്രകാരം സൗദിയിൽ നിന്ന് അദ്ദേഹം ഒരു പ്രത്യേക വിമാനം അദ്ദേഹത്തെ റിസീവ് ചെയ്യാനായിട്ട് അമേരിക്കയിലേക്ക് അയച്ചു. അങ്ങനെ പാമറെ സ്വീകരിക്കുകയാണ്. ഒരു മനുഷ്യന് വേണ്ടി രാജാവിൻ്റെ വിമാന ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് പല എയർ ഹോസ്റ്റസ്മാര് ആ പ്രത്യേക വിമാനത്തിൽ ഉണ്ടായിരുന്നു. വലിയ റോയലായിട്ട് പല കാര്യങ്ങളും ക്രമീകരിച്ചിരുന്നു. വന്നിറങ്ങിയ ആ നേരത്തെ രാജാവ് തന്നെ ഊഷ്മളമായിട്ട് സ്വീകരിക്കുകയാണ്. വിശേഷ അതിഥികൾക്കുള്ള കൊട്ടാരത്തിൽ പാമറിന് താമസവും പല വേലക്കാര് അവിടെ ഉണ്ടായിരുന്നു. രാജകീയ സൗധത്തിൽ രാജകീയ ജീവിതത്തോടുകൂടി രാജകീയമായിട്ടുള്ള വിരുന്നാണ് ഈ പാമറിന് വേണ്ടിയിട്ട് 2 ആഴ്ചയിലധികം ഈ രാജാവ് ഒരുക്കുവാൻ ഇടയായി തീർന്നത്. അദ്ദേഹത്തിൻ്റെ ഈ രാജാവിൻ്റെ സ്റ്റാറ്റസിനൊത്ത് അദ്ദേഹത്തെ സ്വീകരിച്ചു. രാജാവിൻ്റെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള ഭക്ഷണങ്ങൾ, രാജാവിൻ്റെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള സ്വീകരണം, ഇതെല്ലാം പാമറിന് ലഭിക്കുകയുണ്ടായി. 2 ആഴ്ചയിലധികമായിട്ട് രാജാവും പാമറും സൗദിയിലെ മണ്ണിൽ ഗോൾഫ് കളിക്കുകയാണ്. ഈ ഗോൾഫ് കളിക്കുന്ന സമയത്ത് പ്രമുഖരായിട്ടുള്ള ധാരാളം പേര് ഇത് കാണാനായിട്ട് തടിച്ചു കൂടുമായിരുന്നു. ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ വാർത്തയറിഞ്ഞ് ആ ദേശത്ത് ഒത്തൊരുമിച്ച് കൂടാൻ ഇടയായി തീർന്നു. അങ്ങനെ പാമറിന് തിരികെ പോകാനുള്ള ദിവസം ആയി. ഏതാനും ദിനങ്ങൾ കൂടി താമസിക്കാൻ വേണ്ടിയിട്ട് രാജാവ് അഭ്യർത്ഥിച്ചത് പാമർ സ്വീകരിക്കാനായിട്ട് ഇടയായി തീർന്നു. പാമർ അങ്ങനെ ആ സ്വീകരണം അദ്ദേഹം പറഞ്ഞ ഈ രാജാവ് പറഞ്ഞു, കുറച്ച് നാളുകൂടെ എന്നോടൊപ്പം ആയിരിക്കാം, നമുക്ക് ഒരുമിച്ച് ഗോൾഫ് കളിക്കാം. ഈ കാര്യം പാമർ സ്വീകരിച്ചു. ഒടുവിൽ അദ്ദേഹത്തിന് തിരികെ പോകണമല്ലോ. പാമർ തിരികെ പോകുവാനായിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നിശ്ചയിക്കുകയാണ്. അങ്ങ് അകലെ അമേരിക്കയിൽ തൻ്റെ ഭാര്യ, തൻ്റെ മക്കൾ, ബിസിനസ്, സാമ്രാജ്യം, മറ്റു പ്രോഗ്രാമുകൾ അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ്. പാമർ മടങ്ങി വരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ രാജ്യത്തേക്ക് പോയേ പറ്റത്തുള്ളൂ. വലിയ ബിസിനസ് സംരംഭങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്. തൻ്റെ ഭാര്യയും മക്കളുമൊക്കെ തന്നെ കാണാനായിട്ട് ഇങ്ങനെ കൊതിച്ചു നിൽക്കുകയാണ്. കൂടാതെ തൻ്റെ സഹപ്രവർത്തകര്. അങ്ങനെ പാമർ നിശ്ചയമായിട്ടും അമേരിക്കയിലേക്ക് പോകേണ്ട ആ അവസരമുണ്ടായി. അങ്ങനെ രാജാവും പാമറും എയർപോർട്ടിൽ എത്തുകയാണ്. തുടർന്ന് രാജാവ് അദ്ദേഹത്തോട് പറയുകയാണ്, മിസ്റ്റർ പാമർ, നിങ്ങൾ എന്നോടൊപ്പം വന്ന് എൻ്റെ അതിഥിയായിട്ട് താമസിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. നമ്മൾ ഒരുമിച്ച് ഗോൾഫ് കളിച്ചതൊക്കെ ഞാൻ എന്നും എൻ്റെ മരണം വരെ ഞാൻ ഓർക്കുന്നതാണ്. എന്നോടൊപ്പം ഗോൾഫ് കളിച്ചതിന് താങ്കൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി. ഞാൻ താങ്കൾക്ക് ഒരു പാരിതോഷ്യം നൽകാനായിട്ട് ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ഇവർ എയർപോർട്ടിൽ തന്നെ കൊണ്ട് യാത്രയാക്കാൻ ചെല്ലുന്ന സമയത്താണ് രാജാവ് പാമറിനോട് പറയുകയാണ്, പറയൂ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് വേണ്ടത് ഞാൻ നൽകിത്തരാനായിട്ട് പോകുകയാണ്. നിങ്ങൾ അത് സ്വീകരിച്ചേ മതിയാകത്തുള്ളൂ. രാജാവ് തന്നോട് ചോദിക്കുകയാണ്, എന്താണ് താങ്കൾക്ക് വേണ്ടത്? എന്ത് ചോദിച്ചാലും ഞാൻ തരാം എന്ന് രാജാവ് പറയുകയാണ്. ഉടനെ പാമർ, രാജാവേ, എനിക്ക് ഒന്നും തന്നെ വേണ്ട. രാജാവിനോടൊപ്പം ഗോൾഫ് കളിച്ചതിൻ്റെ ഓർമ്മ ഉണ്ടല്ലോ, അത് മാത്രം മതി. അതുകൊണ്ട് അതിൽ ഞാൻ സംതൃപ്തനാണെന്ന് പാമർ പറയുകയാണ്. അത് മതി രാജാവേ.
അല്ല, എന്തെങ്കിലും ചോദിക്കണം, എൻ്റെ സന്തോഷത്തിന് ചോദിക്കുകയെന്ന് രാജാവ് തന്നോട് പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. താൻ കുറേ നേരം ആലോചിച്ചിട്ട് പറയുകയാണ്, ഗോൾഫ് ക്ലബ്ബുകൾ ശേഖരിക്കുന്നത് എൻ്റെ ഒരു ഹോബിയാണ്. ഗോൾഫ് ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബാറ്റാണ്. അത് ശേഖരിക്കുന്നത് എൻ്റെ ഒരു ഹോബിയാണ്. എൻ്റെ ഹോബി ആയതിനാൽ അങ്ങ് ഒരു ഗോൾഫ് ക്ലബ് തന്നാൽ മതി എന്ന് രാജാവിനോട് താൻ പറയുകയാണ്. ഞാൻ സന്തോഷത്തോടെ ഈ സന്ദർശനത്തിൽ ഓർമ്മയ്ക്കായിട്ട് അത് സൂക്ഷിച്ചു വയ്ക്കും. ഗോൾഫ് ക്ലബ് എന്ന് പറയുന്നത് ഗോൾഫ് ബോൾ അടിക്കുന്ന കമ്പ് പോലെയുള്ള ബാറ്റിനാണ് അത് ഗോൾഫ് ക്ലബ്ബ് എന്ന് പറയുന്നത്. രാജാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മിസ്റ്റർ പാമർ പൊയ്ക്കൊള്ളൂ. അവർ കൈകൊടുത്ത് അങ്ങനെ ഇരുവരും എയർപോർട്ടിൽ വച്ച് പിരിയുകയാണ്. തുടർന്ന് രാജാവിൻ്റെ വിരിച്ചൊരുക്കിയ വിമാനത്തിൽ പാമർ തിരികെ അമേരിക്കയിലേക്ക് പറക്കുകയാണ്. ആ നേരത്ത് താൻ ഫ്ലൈറ്റിലിരുന്ന് അത്ഭുതപ്പെടുകയായിരുന്നു. രാജാവ് ഏത് തരത്തിലുള്ള ഗോൾഫ് ക്ലബ് ബാറ്റായിരിക്കും തരാനായിട്ട് പോകുന്നത്? സൗദി രാജാവ് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനല്ലേ? അദ്ദേഹം ഏത് തരത്തിലുള്ള ബാറ്റായിരിക്കും എനിക്ക് നൽകിത്തരാൻ പോകുന്നത്? തുടർന്ന് തൻ്റെ ചിന്ത മുഴുവൻ രാജാവ് തരാൻ പോകുന്ന ഗോൾഫ് ക്ലബിനെ പറ്റി അല്ലെങ്കിൽ ആ ബാറ്റിനെ പറ്റിയായിരുന്നു. പാമർ വീട്ടിലെത്തി മാസങ്ങൾ പലത് കഴിഞ്ഞു. ഒരുപക്ഷെ പാമർ ചിന്തിച്ചിട്ടുണ്ടാകാം, രാജാവ് എന്നെ മറന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ കളിച്ചതൊക്കെ ഒരുപക്ഷെ ആ സമയത്തേക്ക് വേണ്ടി മാത്രം ഉള്ളതായിരുന്നല്ലോ, അല്ലെങ്കിൽ കുറേ നാളുകൾ അങ്ങനെ കഴിഞ്ഞു പോയപ്പോൾ ഈ പാമർ ചിന്തിച്ചിട്ടുണ്ടാകും, ഇനി എന്നെ മറന്നിട്ടുണ്ടാകാം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു രജിസ്ട്രേഷൻ കവർ തനിക്ക് ലഭിക്കുകയാണ്. അത് സൗദി രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്നാണ് ആ രജിസ്ട്രേഷൻ കത്ത് തനിക്ക് ലഭിച്ചത്. പാമർ ആ വലിയ കവർ തുറന്ന് നോക്കുമ്പോൾ താൻ അത്ഭുതപ്പെടുകയാണ്. ഒരു വലിയ ഗോൾഫ് ക്ലബ്ബ് രാജാവ് പാമറിന് വേണ്ടി ഉണ്ടാക്കിയതിൻ്റെ ഭൂമിയുടെ പ്രമാണങ്ങളും മറ്റ് ഉടമസ്ഥ അവകാശവും കാണിക്കുന്ന കടലാസുമായിരുന്നു തനിക്ക് ആ രജിസ്ട്രേഡ് കവറിനകത്തുനിന്നും ലഭിച്ചത്. വലിയ ഏക്കർ കണക്കിന് സ്ഥലത്തിൻ്റെ പ്ലാൻ വരച്ചത്, അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് തനിക്ക് ലഭിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചാട്ടെ, ഏറ്റവും വലിയ ഗോൾഫ് കളി സ്ഥലത്തിന് 50 ഏക്കറും വലുതിന് 300 ഏക്കറും വലിപ്പമാണ്. അങ്ങനെയാണ് അത് കണക്കാക്കുന്നത്. സാധാരണ ഒരു കളിസ്ഥലം എന്ന് പറയുന്നത് 200 ഏക്കറാണ്. അത്തരം 2-3 കളിസ്ഥലങ്ങൾ ചേർന്ന് ഒരു വലിയൊരു കളിസ്ഥലം, അതിൻ്റെ പ്ലാനാണ് രാജാവ് തനിക്ക് അയച്ചിരിക്കുന്നത്. രാജാവ് മേടിച്ചിട്ട് അതിൻ്റെ പ്ലാൻ തനിക്ക് അയച്ചു കൊടുത്തിരിക്കുകയാണ്. രാജാവ് കൊടുത്തത് ഈ ഭൂമിയുടെ വിലയേക്കാൾ, അല്ലെങ്കിൽ താൻ ചിന്തിച്ചതിനേക്കാൾ 100 ഇരട്ടി വലിയ ഒരു ഗിഫ്റ്റാണ് തനിക്ക് ലഭിച്ചിരിക്കുന്നത്. അത് പച്ച പുല്ല് പിടിച്ച് കല്ലുകൊണ്ടും അലങ്കരിച്ച് ഉണ്ടാക്കിയതാണ്. പാമർ ചോദിച്ചത് ഗോൾഫ് കളിക്കുന്ന ഒരു ബാറ്റാണ്. താൻ പ്രതീക്ഷിച്ചത് സ്വർണം കൊണ്ടുള്ള ഒരു ചെറിയ മോഡലാണ്. എന്നാൽ കിട്ടിയതോ ചിന്തിച്ചതല്ല, ആശിച്ചതല്ല, സ്വപ്നം കണ്ടതിലും എത്രയോ വലിയ സമ്മാനമാണ് തനിക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ ഈ അനുഭവം പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഹോദരി സഹോദരന്മാരെ, നാം ചിന്തിക്കുന്നതിനേക്കാൾ, നാം നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി എന്നെയും നിങ്ങളെയും ഐശ്വര്യമായിട്ട് ക്ഷേമത്തോടെ നടത്താൻ കഴിയുന്ന ഒരു സർവശക്തൻ ഇന്ന് പകലിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥനയോട് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി നൽകിത്തരാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണെന്ന് ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ അറിയിക്കുന്നത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ശ്രദ്ധിച്ച്, രാജാവ് ചിന്തിച്ചത് വളരെ വ്യത്യസ്തനായിട്ടാണ്. രാജാവിൻ്റെ സ്റ്റാറ്റസിനനുസരിച്ചാണ് രാജാവ് ചിന്തിക്കുന്നത്. രാജാവിൻ്റെ മാന്യതയ്ക്ക് ചേർന്ന തരത്തിലാണ് താൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും സ്വർഗസ്ഥനായ രാജാവ് തൻ്റെ സ്റ്റാറ്റസിനനുസരിച്ച് നിന്റെ ബുദ്ധിമുട്ട് തീർക്കാൻ അവൻ മതിയായ ദൈവമെന്ന് ഇന്ന് പകലിൽ ഈ ശുശ്രൂഷയിലൂടെ അറിയിക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവൻ്റെ മാന്യതയ്ക്കനുസരിച്ച് എൻ്റെയും നിങ്ങളുടെയും ദൈവം, അവൻ്റെ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ മാന്യതയ്ക്കനുസരിച്ച്, അവൻ്റെ സ്റ്റാറ്റസിന് അനുസരിച്ചാണ്
എനിക്കും നിങ്ങൾക്കും അവൻ ചിലത് നൽകിത്തരാനായിട്ട് പോകുന്നത്. വേദപുസ്തകം പറയുന്നു, ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ചോദിക്കാതെ ഇരുന്നത് നിമിത്തമായിട്ടാണ് പലതും നഷ്ടപ്പെട്ടു പോയെന്ന് ഈ അവസരത്തിൽ അറിയിക്കട്ടെ. അടുത്ത സെന്റൻസ്, അന്വേഷിപ്പീൻ എന്നാൽ കണ്ടെത്തും. അന്വേഷിക്കാതെ ഇരുന്നത് കൊണ്ടാണ് പലതും കണ്ടെത്താൻ കഴിയാതെ പോയത്, അനുഗ്രഹിക്കപ്പെടാതെ പോയത്. അടുത്ത സെന്റൻസ്, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. പലപ്പോഴും നിങ്ങൾ മുട്ടാതിരുന്നത് കൊണ്ടാണ് പല അനുഗ്രഹങ്ങളും തുറന്നു വരാതെ ഇരുന്നത്. ഇന്ന് പകൽ നിങ്ങൾ ചോദിക്കുമ്പോൾ, ഇന്ന് പകൽ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ, ഇന്ന് പകൽ നിങ്ങൾ മുട്ടുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന ഒരു വാതിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ആലോചന അറിയിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥനയിൽ പോരാടുന്ന വ്യക്തി ജീവിതമെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥനയിൽ മുട്ടുന്ന വ്യക്തി ജീവിതമെങ്കിൽ, നിങ്ങൾ ചോദിക്കുന്ന സമയത്ത്, നിങ്ങൾ മുട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരാൻ എൻ്റെ ദൈവം വിശ്വസ്ത ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. കഴിഞ്ഞ ദിവസം എന്നെ ഒരു കുടുംബം വിളിച്ചിട്ട് പറഞ്ഞു, കഴിഞ്ഞ 6 വർഷമായിട്ട് എൻ്റെ മകൻ്റെ വിവാഹം നടക്കുന്നതിൽ എല്ലാ വഴികളും അടഞ്ഞിരിക്കുകയാണ്. അവരോട് പ്രാർത്ഥിച്ച് ചില ദൈവിക ആലോചനകൾ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറഞ്ഞു കൊടുത്ത് വിശ്വസിച്ച് ഏറ്റെടുത്തു. ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട വിവാഹം നടക്കത്തക്ക നിലയിൽ സ്വർഗസ്ഥനായ ദൈവം അത്ഭുതം ചെയ്തു. എങ്ങനെ സംഭവിച്ചു? അവര് ചോദിച്ചപ്പോൾ, മുട്ടിയപ്പോൾ, അതേ പ്രതീക്ഷയോട് മുട്ടിയപ്പോൾ, ചോദിച്ചപ്പോൾ, അന്വേഷിച്ചപ്പോൾ കണ്ടെത്തുകയായിരുന്നു. അങ്ങനെയെങ്കിൽ സഹോദരങ്ങളെ, ഇന്ന് അനേക നാളുകളായിട്ട് മുട്ടിയിട്ടും തുറക്കാത്ത ചില വാതിൽ തുറന്നു വരിക തന്നെ ചെയ്യുമെന്ന് അറിഞ്ഞുകൊള്ളുക. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക്, മലയാളത്തിൽ യാചിക്കുന്നവരെന്നാണ്, ചോദിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ മാത്രമേ കൊടുക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് ചോദിക്കുന്ന നിനക്ക് വേണ്ടി എത്രയധികമായിട്ട് ലഭിക്കും. ഇന്ന് വിദേശ രാജ്യത്തിരുന്നു കൊണ്ട്, ആഫ്രിക്കൻ ദേശത്തിരുന്നു കൊണ്ട്, മറ്റ് ദേശങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ ഈ സന്ദേശം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നീ ചോദിക്കും, നിനക്ക് നൽകിത്തരും. 2024 തീരുന്നതിന് മുന്നമേ ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ സംഭവിക്കുമെന്ന് അറിയുക. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വേദഭാഗമാണ് ഞാൻ കുറച്ചു മുമ്പേ നിങ്ങൾക്കായിട്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഫിലിപ്പിയ ലേഖനത്തിൽ നാം പലപ്പോഴും വായിച്ചു വിട്ടിട്ടുള്ള വാക്യം ഇങ്ങനെയാണ്: എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായിട്ടും തീർത്തു തരും. അതിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്യണം, തൻ്റെ ധനത്തിനൊത്തവണ്ണം. അതാ ഞാൻ പറഞ്ഞ രാജാവിൻ്റെ സ്റ്റാറ്റസിനൊത്തവണ്ണമാ സ്വർഗസ്ഥനായ ദൈവം പ്രവർത്തിക്കുന്നത്. സ്വർഗീയ രാജാവിൻ്റെ സ്റ്റാറ്റസിനനുസരിച്ചാണ് നിനക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കുന്നത്. വാക്യം ഇങ്ങനെയാണ്: തൻ്റെ ധനത്തിനൊത്തവണ്ണം. എൻ്റെ സ്വർഗസ്ഥനായ ദൈവം സമ്പന്നന്മാരിൽ സമ്പന്നനാണ്. അവൻ്റെ പക്കൽ ധാരാളമുണ്ട്. ചോദിച്ചാൽ മതി, നിനക്ക് ലഭിക്കും. തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായും തീർത്തു തരുമെന്ന് വലിയവനായ ദൈവം എനിക്ക് നിങ്ങൾക്കും വാക്ക് നൽകി തന്നെ. അതെ പ്രിയരെ, ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൽ നിന്നുള്ള നന്മ, ദൈവത്തിൽ നിന്നുള്ള രോഗസൗഖ്യം, ദൈവത്തിൽ നിന്നുള്ള വിടുതൽ, ദൈവത്തിൽ നിന്നുള്ള ഉയർച്ച, ദൈവത്തിൽ നിന്നുള്ള സമാധാനം, ദൈവത്തിൽ നിന്നുള്ള അഭിവൃദ്ധി എൻ്റെയും നിങ്ങളുടെയും അവകാശമാണ്. എഴുതി വയ്ക്കാം, സ്വർഗീയ പിതാവ് നമുക്കിതെല്ലാം സൗജന്യമായി നൽകി തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവിക അനുഗ്രഹം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്നുള്ളതാണ്. ദൈവത്തിൻ്റെ നന്മ, രോഗസൗഖ്യം. രോഗിയോട് ചോദിച്ചാൽ മാത്രമേ രോഗസൗഖ്യത്തിൻ്റെ വില അറിയാൻ കഴിയത്തുള്ളൂ. കേവലം ഒരു തലവേദനയാണോ സൗഖ്യമായത് എന്ന് പലരും ചോദിക്കാറുണ്ട്. എന്നാൽ തലവേദനയുള്ള ഒരാളോട് ചോദിക്കണം, അതിൻ്റെ വില അന്നേരമേ അറിയത്തുള്ളൂ. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നവർ ക്യാൻസർ രോഗത്തിൽ നിന്ന് സൗഖ്യം ലഭിക്കുമ്പോൾ എങ്കിൽ മാത്രമേ അതിൻ്റെ വേദന അറിയത്തുള്ളൂ. അവരോട് ചോദിക്കണം, രോഗസൗഖ്യം
സ്വർഗസ്ഥനായ ദൈവം നൽകി തരാൻ ശക്തനാണ്. വിടുതൽ, ഉയർച്ച, സമാധാനമില്ലാത്തവരോട് ചോദിക്കണം സമാധാനത്തിന്റെ വില എത്രയധികമാണെന്ന്. അഭിവൃദ്ധി, എന്നും ദാരിദ്ര്യത്തിൽ കടന്നുകൊണ്ടിരുന്നവരുടെ സ്ഥിതികൾക്ക് മെച്ചം വന്നപ്പോൾ അവരോട് ചോദിക്കണം. ആ അഭിവൃദ്ധിയുടെ വില അന്നേരം അവർ പറഞ്ഞു തരും. ഇതെല്ലാം എൻ്റെയും നിങ്ങളുടെയും അവകാശമാണ്. എഴുതി വെച്ചേ, എൻ്റെയും നിങ്ങളുടെയും അവകാശമാണ്. ഈ അവകാശത്തെ അപഹരിച്ചു കൊണ്ടുപോകുവാൻ ദുഷ്ടനെ ഏൽപ്പിച്ചു കൊടുക്കരുത്. മക്കൾ എങ്കിലോ അവകാശികളുമാകുന്നു. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും മക്കളാണ്, അവകാശികളാ. മക്കളെങ്കിലും അവകാശികളാകുന്നു. അവകാശം പറഞ്ഞ്, വിശ്വാസം പറഞ്ഞ് അത് എടുക്കണം. വിശ്വാസം പറഞ്ഞും അവകാശം പറഞ്ഞും സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും ഒപ്പിയെടുക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രതലം നിങ്ങൾ തന്നെ അതൊന്ന് ക്രമീകരിക്കണം. ഓരോ ദിവസവും നിങ്ങൾ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നിങ്ങളുടെ വിശ്വാസത്തെ പോലും ചോർത്തിക്കളയുന്നതാണ്. എന്നാൽ ഇന്ന് ഈ ശുശ്രൂഷ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇതിൽ നിങ്ങൾ ഭാഗവാക്കുകളായിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വർഗസ്ഥനായ ദൈവം ഒരുക്കിയ സന്ദേശമാണെന്ന് വളരെ ധൈര്യപൂർവ്വം എനിക്ക് പറയാൻ കഴിയും. എനിക്ക് ഒരു രോഗസൗഖ്യം ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കൊരു വിടുതൽ ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ഒരു അഭിവൃദ്ധി വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഇതെല്ലാം നൽകിത്തരാൻ സ്വർഗത്തിലെ എൻ്റെ ദൈവം മതിയായ. എന്തുകൊണ്ടാണ്? മക്കൾ എങ്കിലോ അവകാശികളുമാകുന്നു. നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും നിരാശകളെല്ലാം വരും. പക്ഷേ അതെന്നും അങ്ങനെ തന്നെ നിൽക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിന് നടുവിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അതിന് നടുവിൽ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നും സഹോദരങ്ങൾ, എന്നും കണ്ണുനീരിന് അനുഭവമല്ല, എന്നും ഞെരുക്കത്തിന് അനുഭവമല്ല, എന്നും സാമ്പത്തിക പ്രതികൂലത്തിൻ്റെ അനുഭവങ്ങളല്ല. ഇതിനകത്തുനിന്നൊരു മോചനമുണ്ട്. എപ്പോഴാണ് നിങ്ങൾ മകളായി തീരുമ്പോൾ ഇതിനകത്തു നിങ്ങൾക്ക് ഒരു മോചനം ലഭിക്കുക തന്നെ ചെയ്യും. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നവരുടെ ഇടയിൽ മാത്രമേ അത്ഭുതങ്ങൾ സംഭവിക്കുകയുള്ളൂ. വിമർശിക്കുന്നവർക്ക് ദൈവം അവരുടെ ഇടയിൽ ഇത് സാധാരണ നിങ്ങൾ കേട്ടിട്ട് പോകാൻ മാത്രമേ കഴിയത്തുള്ളൂ. എന്നാൽ ഈ ആലോചനകൾ ഏറ്റെടുക്കുന്നവർക്കാണ് ഇത് അനുഗ്രഹമായി മാറുന്നത്. ഇത് സ്വീകരിക്കുന്നവർക്ക് ഇത് അനുഗ്രഹമായി മാറുകയാണ്. മുട്ടുവീൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. ചോദിക്കുന്ന ഏവരും ലഭിക്കുന്നു. വിശ്വാസത്തോടെ ഇന്ന് നമ്മൾ ചിലത് ചോദിക്കാൻ പോവുകയാണ്. കർത്താവേ, എൻ്റെ സ്ഥിതികൾക്കൊരു മാറ്റം തരണമെന്ന് നമ്മൾ ചോദിക്കാൻ പോവുകയാണ്. അനുഗ്രഹം എൻ്റെ ഭവനത്തിലേക്ക് വേണം. നമ്മൾ വിശ്വാസത്താൽ പ്രഖ്യാപിക്കാൻ പോകുകയാണ്. എല്ലാവരും ഒന്നുകൂടി വന്നേ. കർത്താവേ, എൻ്റെ സ്ഥിതിഗതികൾക്ക് എനിക്കൊരു മാറ്റം തരണമേ എന്ന് വിശ്വാസത്തോടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചില ബന്ധനങ്ങൾ അഴിയും, ചില പ്രതികൂല സാഹചര്യങ്ങൾ മാറിപ്പോകും. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് ഒഴുകി വരുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയും. വിമർശിക്കുന്ന ഒറ്റ ഒരു വ്യക്തി ജീവിതങ്ങൾക്കും, വിമർശനത്തിന് അടിമപ്പെട്ട ഒറ്റയാൾക്കും ദൈവീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയത്തില്ല. എന്നാൽ വിശ്വാസത്തോടെ അടുക്കലേക്ക് ഓടി വരുന്നവർക്ക് മാത്രമേ ദൈവീയ അനുഗ്രഹങ്ങൾ സ്വായത്തമാക്കാൻ കഴിയത്തുള്ളൂ. ചില അത്ഭുത സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കും, വിടുതൽ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കും. ഇതേപോലെ ഇതിന് സമാനമായിട്ട് അത്ഭുത സാക്ഷ്യങ്ങൾ പറയാൻ ദൈവം നിങ്ങളെയും ബലപ്പെടുത്തും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഈ സമയം വിനിയോഗിക്കുന്നത്. ഹാർവസ്റ്റ് ടിവിയിൽ കൂടെ ബഹുമാനപ്പെട്ട ഏറ്റവും സ്നേഹമുള്ള ബിജു ജോൺ മാത്യു പാസ്റ്റർ ദൈവവചനം കേൾക്കാനും, ആ സമയത്ത് ഞാൻ എൻ്റെ ഒരു വീട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ശക്തമായ ദൈവാലോചന എനിക്ക് ഭവിക്കുകയും ആ സമയത്ത് തന്നെ ടി വി കൂടെ കേട്ട ആ വചനത്തിനനുസരിച്ച് ഞാൻ ആ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും തക്ക സമയത്ത് ദൈവം എനിക്കൊരു മനോഹരമായ ഭവനം പണിത് പാർക്കുവാൻ ദൈവം എനിക്കൊരു ആയുസ് തന്നു, ആരോഗ്യം തന്നു. തക്ക സമയത്ത് ദൈവത്തിന്റെ വളരെ കൃപ ഭവനത്തിന് മേൽ വ്യാപരിച്ചു.
ഞാൻ പാസ്റ്ററെ വിളിക്കുകയും പാസ്റ്റർ എനിക്ക് വേണ്ടി തുറന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അതെല്ലാം ദൈവനാമ മഹത്വത്തിനായി തീർന്നു. എൻ്റെ ഒരു മോടെ വിഷയത്തിന് വേണ്ടിയും ആ സമയം ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതും ബഹുമാനപ്പെട്ട പാസ്റ്റർ തക്ക സമയത്ത് ആവശ്യമായ ആലോചന ദൈവനാമത്തിൽ കൂടെ തന്നു. അതും ആ കാര്യം നമുക്ക് ദൈവം ഗുണമില്ലാത്തൊരു വൈതലിന് ഉദരഫലം കൊടുത്തു. അങ്ങനെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളും പ്രിയതമിന്റെ ദാസന്റെ പ്രാർത്ഥന എപ്പോഴും ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരുന്നു. അത് അനേകർക്ക് പ്രയോജനകരമായി തീരുന്നു. ആ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത്. ഓടി വരിക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് കരങ്ങൾ പരസ്പരം ഒന്ന് കോർത്തു പിടിച്ച് കുടുംബമായിട്ട് ഈ സന്ദേശം കേൾക്കുന്ന ധാരാളം പേര് ലോകത്തിന് നാനാഭാഗത്ത് ചിതറിപ്പാർക്കുകയാണ്. എല്ലാവരും കരങ്ങളൊന്ന് കോർത്തു പിടിച്ച്, കർത്താവേ, എൻ്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണമേ, എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തെ നൽകി തരണമേ. ഞാൻ ഇതുവരെയും വലിയ കഷ്ടത്തിലൂടെയും കണ്ണുനീരിൻ്റെ അനുഭവത്തിലൂടെയും കടന്നുപോയി. കർത്താവേ, എന്നും കണ്ണുനീരിൻ്റെ അനുഭവമല്ല, പ്രതികൂലമല്ല, പ്രതിസന്ധിയില്ല, ഇതിൻ്റെ നടുവിൽ ജയം തരുന്ന ഒരു യേശു കർത്താവ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് കർത്താവ് അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശു കർത്താവിൻ്റെ നാമത്തിൽ ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ. ആരെല്ലാമാണ് കടുത്ത നിരാശയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, യേശു കർത്താവിന്റെ നാമത്തിൽ ഒരു ആന്തരിക സൗഖ്യം ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുകയാണ്. അതുപോലെ തന്നെ തൊണ്ടയുടെ സൈഡിലായിട്ട് അടിക്കടി വേദന പോലെ വന്ന് കഷ്ടപ്പെടുന്നവർ ആരാണ്, അവൻ്റെ അടിപ്പിണരാൽ ഒരു വിടുതൽ ഇപ്പോൾ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആരാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് താല്പര്യപ്പെട്ട് ആയിരിക്കുന്നത്, അപ്പോൾ തന്നെ വളരെ പ്രതീക്ഷയോടുകൂടെ ആയിരിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഒരു പുതിയ വഴി നിങ്ങൾക്കായിട്ട് തുറന്നു വരികയാണ്. ഇന്നത്തെ ശുശ്രൂഷയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുകയാണ്. ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ചില പ്രതികൂലങ്ങൾ വഴിമാറി പോവുകയാണ്. ആർക്കാണ് ചുഴലിയുടെ അസ്വസ്ഥതയാൽ ആരാണ് ആ നിലയിൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു, ഒരുപാട് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ്. നിന്ന നിപ്പിൽ തന്നെ ബസ് സ്റ്റാൻഡിൽ വാഹനം കയറാൻ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് എല്ലാം ചുഴലിയുടെ അനുഭവം ഉണ്ടായിട്ട് നിലത്തു തള്ളിയിടുന്ന ആ പ്രതികൂലത്തെ, ആ സാത്താന്യ ബന്ധനത്തെ ഇന്ന് മുതൽ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ ആ ശരീരം വിട്ട് പോകാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. ഈ ശുശ്രൂഷ നിമിത്തം ഒരു അത്ഭുതം നിങ്ങളുടെ ഭവനത്തിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായിട്ട് ഞെരുക്കം അനുഭവിക്കുന്നവർ അനേകർ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഉറവ് ഇപ്പോൾ പൊങ്ങി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ദൈവപ്രവൃത്തി ഈ ജനത്തിന്മീതെ ദൈവം അയക്കണമേ, യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സഹോദരങ്ങൾ, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ വീണ്ടും കണ്ടുമുട്ടും വരെയും അത്യുന്നതിൻ്റെ ചിറൻ മറവിൽ ദൈവം നമ്മളെ എല്ലാവരും സംരക്ഷിക്കുമാറാകട്ടെ. മേ ഗോഡ് ബ്ലസ് യു.